പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. യേശുവിൽ ഏറ്റവും പ്രിയമുള്ള സഹോദരി സഹോദരന്മാരെ, ഇന്ന് ഡിസംബർ 2-ാം വെള്ളിയാണ്. 2-ാം വെള്ളിയാഴ്ച ഞങ്ങൾ ഗാഗുൽത്ത ധ്യാന കേന്ദ്രത്തിൽ സെൻറ്റ് ജോസഫ് ഫ്രൈഡേ എന്ന് വിളിക്കും. ഔസേപ്പിതാവിൻ്റെ മധ്യസ്ഥയിൽ ഒത്തിരി പ്രാർത്ഥനകൾ ക്രമപ്പെടുത്തും. അപ്പോൾ പ്രിയമുള്ളവരെ, നമ്മൾ ഇന്ന് ഔസേപ്പിതാവിനെ കുറിച്ച് ധ്യാനിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. മറ്റൊന്നിനും വേണ്ടിയല്ല. ഈ ദിവസം നിങ്ങൾ ഗാഗുൽത്തായിൽ വരുമ്പോൾ ഔസേപ്പിതാവിൻ്റെ മധ്യസ്ഥയിൽ പ്രാർത്ഥിക്കാൻ വേണ്ടിയാണ്. അതുപോലെ തന്നെ കുടുംബജീവൻ നയിക്കുന്ന എല്ലാവർക്കും ഔസേപ്പിതാവിനിൽ ഉണ്ടായിരുന്ന ആ നല്ല ഗുണങ്ങൾ, കൃപകൾ നമ്മൾ അറിയുമ്പോൾ യഥാർത്ഥ ഭർത്താവായ ജോസഫിനെ പോലെ നിങ്ങൾക്കെല്ലാവർക്കും ഔസേപ്പിതാവിൻ്റെ മധ്യസ്ഥ പ്രാർത്ഥിക്കാൻ പറ്റും. ഒന്നുകൊണ്ട് കാര്യങ്ങൾ മാത്രം അച്ഛൻ പങ്കുവയ്ക്കുന്നത്, ഔസേപ്പിതാവിനെ കുറിച്ച് ധ്യാനിക്കുമ്പോൾ, പ്രാർത്ഥിക്കുമ്പോൾ ദൈവത്തിൻ്റെ ഇഷ്ടത്തിന് അതെ എന്ന് പറഞ്ഞു. പല കാര്യങ്ങളും ഔസേപ്പിതാവിന് മനസ്സിലായില്ല ദൂതൻ്റെ വെളിപ്പെടുത്തൽ. പക്ഷേ ഔസേപ്പിതാവ് അക്ഷരാർത്ഥത്തിൽ ദൈവഹിതം അറിഞ്ഞപ്പോൾ യെസ് എന്ന് പറഞ്ഞു. വാക്കുകളിലൂടെ മാത്രമല്ല, പ്രവൃത്തിയിലൂടെയും ഔസേപ്പിതാവ് പറഞ്ഞു. അതല്ലേ മാലാഹ പറഞ്ഞനുസരിച്ച് എല്ലാം ചെയ്തു. ദൈവത്തിൻ്റെ വെളിപ്പെടുത്തലായി തിരിച്ചറിഞ്ഞു. പ്രിയമുള്ള സഹോദര സഹോദരി, നമുക്കും ഔസേപ്പിതാവിനെ പോലെ നീതിയോടെ ജീവിക്കണമെങ്കിൽ ദൈവഹിതമനുസരിച്ച് ജീവിക്കുമ്പോൾ നമ്മുടെ ആഗ്രഹത്തിനോ നമ്മുടെ ചിന്തകൾക്കപ്പുറമായിട്ടും ദൈവം വെളിപ്പെടുത്തുന്ന കാര്യങ്ങളോട് യെസ് പറയണം. പറയും മാത്രമല്ല, പ്രവർത്തിക്കുകയും ചെയ്തു. സ്വപ്നത്തിന് ഉണർന്നു ഉടനെ പോയി കണ്ടോ. അപ്പോൾ വാക്കിലൂടെയും പ്രവൃത്തിയിലൂടെയും ദൈവത്തോട് യെസ് പറഞ്ഞു. വീണ്ടും നമ്മൾ ഔസേപ്പിതാവിനിൽ കാണുന്ന മറ്റൊരു വലിയൊരു നന്മയെന്ന് പറയുന്നത്, തനിക്ക് വേണ്ടി ജീവിച്ചില്ല, മറ്റു മക്കൾക്ക് വേണ്ടി ജീവിച്ച ഔസേപ്പിതാവ് മറിയത്തിന് വേണ്ടി എന്തെല്ലാം റിസ്ക് എടുത്തു, യേശുവിനെ രക്ഷിക്കാൻ വേണ്ടി എന്തെല്ലാം ത്യാഗമെടുത്തു ആണ്. പ്രിയമുള്ളവരെ, മറ്റു മക്കൾക്ക് വേണ്ടി ജീവിച്ച ഒരു വിശുദ്ധനായ വ്യക്തി. നമുക്കും നമ്മുടെ ഈ ലോക ജീവിതം ഒരു ജീവിതമേ അല്ലേ ഉള്ളൂ. നമുക്ക് മറ്റു മക്കൾക്ക് വേണ്ടി ജീവിക്കാൻ സാധിക്കും. തീർച്ചയായിട്ടും നമ്മളെ മറന്നുകൊണ്ടെന്ന് ഞാൻ പറയുന്നില്ല, നിങ്ങൾ കുടുംബജീവൻ നയിക്കുന്നവരാ. പക്ഷേ നിങ്ങൾക്ക് വേണ്ടി ജീവിക്കുമ്പോൾ തന്നെ, നിങ്ങളുടെ മക്കൾക്ക് വേണ്ടി ജീവിക്കുമ്പോൾ തന്നെ, നിങ്ങളുമായി ബന്ധപ്പെട്ട മക്കൾക്ക് വേണ്ടി ജീവിക്കുമ്പോൾ അത് മറ്റുള്ളവർക്ക് ജീവിക്കുന്ന, തന്നെ വ്യയം ചെയ്യപ്പെടുന്ന ഒരു ജീവിതമാണല്ലോ മതി ദൈവം ആഗ്രഹിക്കുന്നത്. ഒന്നുകൂടി അച്ഛൻ പറയുമ്പോൾ, വിശ്വാസത്തിന് മാതൃകയാണ്. അതുപോലെ ശക്തമായ വിശ്വാസം ഔസേപ്പിതാവിനുണ്ടായിരുന്നു. അതുകൊണ്ടല്ലേ ദൈവം എന്നോട് പറയുന്നത് അക്ഷരാർത്ഥത്തിൽ ചെയ്യും. ഒന്നും ചോദിച്ചില്ല, മറുത്തു പറഞ്ഞില്ല, പറഞ്ഞ പോലെ തന്നെ പ്രവർത്തിച്ചു. ശക്തമായ ഒരു വിശ്വാസ ബോധ്യമുള്ളവർക്ക് മാത്രമാണ് ഇങ്ങനെ ജീവിക്കാൻ പറ്റുള്ളൂ. എങ്കിൽ പ്രിയമുള്ളവരെ, ഇന്ന് ഔസേപ്പിതാവിൻ്റെ പ്രത്യേകിച്ച് ഗാഗുൽത്ത ധ്യാനകേന്ദ്രത്തിൽ മധ്യസ്ഥ ഞങ്ങൾ പ്രാർത്ഥനയൊക്കെ ഒരുക്കും കേട്ടോ. നിങ്ങൾ വരണം. ഗാഗുൽത്തയ്ക്ക് വരാൻ പറ്റാത്ത മക്കളാണെങ്കിൽ ഓൺലൈനിൽ ഇരുന്നു കൊണ്ട് ശുശ്രൂഷ പങ്കെടുക്കണം. ഈ തൃശ്ശൂർ ഏരിയ ഉള്ളതാണെങ്കിൽ കേരള വിഷനിൽ 45-ാം ചാനലിൽ നിങ്ങൾക്ക് കിട്ടും. ഒന്നുണ്ട്, ദൈവത്തിൻ്റെ വചനം ലോകം മുഴുവൻ എത്തിക്കാൻ നിങ്ങളൊന്ന് പ്രാർത്ഥിക്കണമേ. ഇന്ന് സെൻറ്റ് ജോസഫ് ഡേ ആയതുകൊണ്ട് ഔസേപ്പിതാവിൻ്റെ മധ്യസ്ഥയിൽ നിങ്ങൾക്ക് വേണ്ടി ഒക്കെ അച്ഛൻ പ്രാർത്ഥിക്കാം കേട്ടോ. അവർ നിങ്ങളൊന്ന് മറ്റു മക്കളെ പങ്കുവെക്കണം കേട്ടോ. ലൈവായിട്ട് ആയിരങ്ങൾ കാണട്ടെ എന്ന്. ദൈവം തീർച്ചയായിട്ടും നിങ്ങളെ അനുഗ്രഹിക്കും, നിങ്ങൾ നിമിത്തമായിട്ട് മറ്റു മക്കളെ അനുഗ്രഹിക്കും. മറക്കരുത്, ഔസേപ്പിതാവിൻ്റെ മധ്യസ്ഥയിൽ പ്രാർത്ഥിച്ച് അനുഗ്രഹം ഭാവിക്കാൻ കർത്താവ് ഒരുക്കിയ ദിവസം. ഒപ്പം ദൈവത്തിൻ്റെ അനുഗ്രഹം, ആശീർവാദം നിങ്ങൾക്ക് തരാം. നമ്മുടെ കർത്താവായ ശമിശാകരവയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസം കൊണ്ട് ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. പ്രൈസ് ദി ലോർഡ്.